അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വരുന്ന സമയത്ത് ഇതേ കിടക്കുന്നു കുറേ ചപ്പ് ചവറ് കത്തിച്ചിട്ടേക്കുന്നത്, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. ഇത് ചെറുത് ഇതുപോലൊന്നുമല്ല, ഇതിനേക്കാളും ഇരട്ടി ടൺ കണക്കിന് മാലിന്യമാണ് നമ്മുടെ പരിസരത്ത് ദിവസവും നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ മനുഷ്യരുടെ യൂസ് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. കുറച്ച് ചെറിയ കാര്യങ്ങൾ വഴി നമുക്കിതിൻ്റെ തോത് കുറേ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ 3 മാജിക്കൽ വേർഡ്സാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് തന്നെയാണ് റിഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. അതായത് നമുക്ക് ഉണ്ടാക്കുന്ന വേസ്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാണ്ട് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഫിനാൻഷ്യലിയും ബർഡൻ ഉണ്ടാക്കുന്നതാണ്. ഒപ്പം ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായിട്ട് കൊണ്ടിട്ട് കത്തിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇത് കത്തിച്ച് കളയുമ്പോൾ ഫ്യൂംസും അതിൻ്റെ പോയിസണസ് ഗ്യാസിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ ഈ ചാനൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൃഷി റിലേറ്റഡ് കാര്യങ്ങളാണ്, മെയിൻലി ഫുഡായിട്ടുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് കൂടുതലുണ്ടാവും നമുക്കറിയാം. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്ന സാധനങ്ങൾ അതിനെ പെട്ടെന്ന് കേടായി പോകുന്ന അവസരത്തിലൊക്കെയാണ് നമുക്ക് ഫുഡ് വേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോപോണിക്സ് ടെക്നോളജിയിലൂടെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് അപ്പോൾ ഈ സോഴ്സിൽ, അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഏരിയകളിലൊക്കെ തന്നെ നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ഈ ഹൈഡ്രോപോണിക്സ് പോലുള്ള ഹൈടെക് ആയിട്ടുള്ള കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വഴി നമുക്ക് കുറേ ഫുഡ് മൈൽസ് സേവ് ചെയ്യാം. പിന്നെ ഈ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ള എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. ഈ റെഡ്യൂസ് എന്ന് പറഞ്ഞ ഒരു കാര്യം അത് അവിടെ ഇരിക്കട്ടെ. ഇതിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയണമെങ്കിൽ ഒരുപാട് നീണ്ടു പോകും വീഡിയോ. നമുക്ക് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ റെഡ്യൂസ് ചെയ്യാം. അത് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗമായാലും ആവശ്യമില്ലാത്ത സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ സിഗ്നലിലൊക്കെ വണ്ടി ഓഫ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഫോസിൽ ഫ്യൂൽസൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മാജിക് വേർഡ് 6 റീസൈക്കിൾ. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അതൊക്കെ വേസ്റ്റായി കഴിഞ്ഞാൽ ഡംപ് ചെയ്യാനൊക്കെ വലിയ പാടാണ്, അധികം ആൾക്കാരൊന്നും എടുക്കത്തില്ല. പിന്നെ കുറേ ആക്രിക്കടകളൊക്കെ എടുക്കുന്നുണ്ട്, ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ കോർപ്പറേഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ കളക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ അവർ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസ് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ പ്രോപ്പറായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സിൻ്റെ ഏറിയ ഭാഗവും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കി കോർപ്പറേഷനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കളക്ഷൻ സെൻറ്റേഴ്സിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുകയോ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച് കളയേണ്ട, റോഡ് സൈഡിലൊന്നും ഡംപ് ചെയ്യേണ്ട. അറിയാലോ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പോയിസണസ് ഫ്യൂംസാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് മിക്സ് ആവുന്നതെന്ന്. പിന്നെയുള്ള മാജിക് വേർഡാണ് റീയൂസ്. അതായത് നമ്മൾ യൂസ് ചെയ്ത് ഒരു സാധനം അതിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കണം അതിനെ ഇനി വേറൊരു രീതിയിൽ എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾ. ചിരട്ട വെച്ചും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ പഴയ ബോട്ടിൽ വെച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂട്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു സാധനത്തിൻ്റെ ലൈഫ് കഴിഞ്ഞാലും അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് മാക്സിമം അതിനെ മുതലാക്കുന്ന രീതിയിൽ നമ്മളതിനെ യൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ മാജിക് വേർഡ് റീയൂസും ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇതുപോലത്തെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് വരും. പല സാധനങ്ങൾ വാങ്ങിക്കുന്ന കുപ്പികളൊക്കെ ഇഷ്ടംപോലെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ച ഇതിനകത്ത് തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈഡ്രോപോണിക് രീതി, അതായത് നമ്മുടെ വിക്ക് ഇറിഗേഷൻ സിസ്റ്റം വെച്ചിട്ടുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഇന്ന് ജൂൺ 5-ാം തീയതി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് കൃഷി വിശേഷങ്ങളൊന്നുമില്ല, ഈ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ മാക്സിമം നമ്മുടെ എൻവയോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യുക. നമുക്ക് ജീവിക്കുന്ന ഈ ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ഇതിനെ നശിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ എവിടെ പോകാനാണ്? അപ്പോൾ മാക്സിമം നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. അതിൽ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇന്നിപ്പോൾ നമ്മുടെ കിച്ചണിനകത്തുള്ള കുറേ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക് ഡബ്ബകൾ, അതൊക്കെ മാറ്റിയിട്ട് കുറച്ചായിട്ട് ഗ്രാജുവലി അതിനൊക്കെ ഗ്ലാസ് ഡബ്ബകളിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയൊരു സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ വീട് വെച്ച സമയത്ത് തന്നെ ഒരുപാട് ലൈറ്റൊക്കെ വീടിനുള്ളിൽ കയറുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ മഴവെള്ളമെല്ലാം നമ്മുടെ ഭൂമിയിൽ തന്നെ ഇറങ്ങാനായിട്ട് ചുറ്റും ഒന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. 3 സൈഡും കരിങ്കല്ല്, ചെറിയ മെറ്റൽ ചിപ്സ് ഉണ്ടല്ലോ, അത് നിരത്തി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്, അതാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, മണ്ണിൽ മെറ്റൽ ഇട്ടിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വീഴുന്ന മഴവെള്ളം എല്ലാം നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ പോകും. പിന്നെ ഇവിടെ ബാക്കി വരുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ആക്കാറുണ്ട്. അതിന് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണം കമ്പോസ്റ്റ്.
അപ്പോൾ മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മന്ത്ലി നമുക്ക് ഇവിടെ ആൾ വരും എടുക്കാനായിട്ട്. അവർ കോർപ്പറേഷൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഡിഫറൻസ് ആണ്. ഇലക്ട്രോണിക് വേസ്റ്റ് ആയാലും കുപ്പി വേസ്റ്റ് ആയാലും പിന്നെ ലെതറിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ വരുന്ന വേസ്റ്റെല്ലാം നമ്മളിവിടെ ചാക്കിനകത്തോ അല്ലെങ്കിൽ പഴയ ബക്കറ്റ് പോലുള്ള സാധനങ്ങൾക്കകത്തൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കും. അപ്പോൾ കോർപ്പറേഷൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് അവർ വിളിച്ച് പറയുമ്പോഴേക്കും നമ്മൾ ഇതിനൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കും, അവർ വന്ന് എടുത്തിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഏജൻസീസ് ഏതെങ്കിലും നിങ്ങളുടെ വീടിനടുത്ത് ഉണ്ടെങ്കിൽ അവരോട്ടൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ടൈം ടേബിൾ അവിടെ നോക്കിയിട്ട് എന്തൊക്കെയാണ് അവിടെ കളക്ഷൻ സെൻറ്ററിൽ ഏതൊക്കെ സാധനമാണ് എടുക്കുന്നതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാം. അപ്പുറത്ത് പറമ്പിലൊന്നും കത്തിച്ചിട്ട് ചീത്തവിളിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോയിൽ പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാനൊരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഉള്ളൊരു ചാനലാണിത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉടനെ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും, വീഡിയോകളൊന്നും മിസ്സാവാതെ കാണാൻ പറ്റും. കൂടാതെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.